സോ ഗൈസ്, iPhone 13 ആണ്. ചാർജ് കയറുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. നമ്മൾ നോക്കുമ്പോഴും ചാർജ് കയറുന്നില്ല, ആംബിയറൊന്നും എടുക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. നമുക്ക് ഡിവൈസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. ബോട്ടം സ്ക്രൂ റിമൂവ് ചെയ്തതിന് ശേഷം ഓപ്പണിംഗ് ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ നല്ല സേഫായിട്ട് ഓപ്പൺ ചെയ്തെടുക്കാം. ഡിസ്പ്ലേ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് സ്ക്രൂവും ഷീൽഡ് റിമൂവ് ചെയ്ത് ഡിസ്പ്ലേ ഫസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്കിനി ചാർജർ കുത്തി വോൾട്ടേജ് ബാറ്ററി കണക്ടറിൽ എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി കണക്ടറിൽ വോൾട്ടേജ് എത്തുന്നില്ല. CCയിൽ നിന്നുള്ള 5 വോൾട്ട് കിട്ടുന്നുമുണ്ട്. CC ഓക്കെയാണ്, ബോർഡിൻ്റെ ഇഷ്യൂ ആണെന്ന് കൺഫേം ആയിട്ടുണ്ട്. നമുക്ക് ബോർഡ് വെളിയിലെടുത്തിട്ട് ബാക്കി ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് DC-യിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു ലീക്കേജ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ബോർഡ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഏത് ലെയറിലാണ് കംപ്ലൈൻറ്റ് ഉള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ നമുക്ക് DC-യിൽ ഒന്നുകൂടെ കണക്ട് ചെയ്ത് നോക്കാം. ലീക്കേജ് കാണുന്നുണ്ട്. ഫസ്റ്റ് ലെയറിൽ തന്നെയാണ് കംപ്ലൈൻറ്റ്. നമുക്കപ്പം എന്താണെന്ന് തെർമൽ യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. തീരെ ചെറിയൊരു ലീക്കേജ് ആയതുകൊണ്ട് കിട്ടുമോ നോക്കാം. നമുക്ക് കാണാം ചാർജിങ് AC ചെറുതായിട്ട് വാം ആകുന്നുണ്ട്. എന്താണെങ്കിലും ചാർജിങ് AC റീപ്ലേസ് ചെയ്തിട്ട് ലീക്കേജ് റിമൂവ് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചാർജിങ് AC നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം DC-യിൽ കണക്ട് ചെയ്ത് ലീക്കേജ് റിമൂവ് ആയിട്ടുണ്ടോ നോക്കാം. ലീക്കേജ് റിമൂവ് ആയിട്ടുണ്ട്. നമുക്ക് CC കണക്ട് ചെയ്ത് വോൾട്ടേജ് എത്തുന്നുണ്ടോ നോക്കാം. ബട്ട് വോൾട്ടേജ് ഇപ്പോഴും സ്റ്റിൽ കിട്ടുന്നില്ല. ചാർജിങ് ബൂസ്റ്റ് ICയും കൂടെ നമ്മളൊന്ന് റീപ്ലേസ് ചെയ്ത് നോക്കുകയാണ്. ചാർജിങ് ബൂസ്റ്റ് ICയും കൂടെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് വോൾട്ടേജ് കിട്ടിയിട്ടില്ലായിരുന്നു. നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ 5 വോൾട്ട് മിസ്സിംഗ് ആയിരുന്നു. അതൊരു റെസിസ്റ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ്. നമ്മൾ റെസിസ്റ്റർ റീപ്ലേസ് ചെയ്ത് വീണ്ടും CC കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ വോൾട്ടേജ് അവിടെ എത്തിയിട്ടുണ്ട് ബാറ്ററി കണക്ടറിൽ. അടുത്തായിട്ട് നമുക്ക് ബോർഡ് ലെയർ റീബോൾ ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. ഓണായി കിട്ടുന്നുണ്ടോ, ചാർജ് കയറുന്നുണ്ടോ, അതൊക്കെ കംപ്ലൈൻറ്റ് സോൾവ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് ലെയർ ഫിക്സ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫോണിലേക്ക് ബോർഡ് ഫിക്സ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിവൈസ് ക്ലോസ് ചെയ്തെടുക്കാം. അതിനുശേഷം ചാർജിങ്ങിൽ കുത്തുമ്പോൾ ചാർജിങ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കിനി ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഡിവൈസ് ഓണായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളുടെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചാർജിങ് IC ലീക്കേജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആയിരുന്നു. റെസിസ്റ്ററിന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കംപ്ലൈൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പം പ്രോപ്പറായിട്ട് ഡിവൈസ് വർക്ക് ചെയ്യുന്നുണ്ട്. ചാർജിങ് എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.